തൃശ്ശൂരിൽ നിന്നാണ് വരണമെങ്കിൽ ഇപ്പോൾ താമസിക്കുന്നത് നമ്മുടെ സ്വന്തം ആലുവയിലാണ്. അപ്പോൾ ഈ ഗ്രാമത്തിൽ നിന്നൊക്കെ വന്നിട്ട് ഇത്തിരി നല്ല സിറ്റി ലൈഫിലൊക്കെ നിൽക്കുമ്പോൾ ആൾക്കാരൊക്കെ എന്താ ഇപ്പോൾ കാരണം വീട്ടുകാരെ കൂടിയിട്ടാണ് വന്നത്. അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും എല്ലാവരും കൂടിയിട്ടാണ് ഇവിടെ റെന്റിനും താമസിക്കുന്നത്. അപ്പോൾ എല്ലാവരും ചോദിക്കും ഇപ്പോൾ മോന് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്യണത്. അതായത് ചേച്ചിയുടെ മോൻ്റെ പഠിത്തം തൃശ്ശൂർ, അച്ഛൻ്റെ ജോലി തൃശ്ശൂർ, അമ്മ പിന്നെ വീട്ടിലിരിക്കണു, പിന്നെ ചേട്ടനും പുറത്താണ്. അപ്പോൾ ഇങ്ങനെ കേൾക്കുക. അപ്പോൾ എനിക്ക് സീറ്റ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സീറ്റൊക്കെ കിട്ടി എറണാകുളത്ത്. അപ്പോൾ ഞാനിപ്പോൾ ഹോസ്റ്റലിലേക്കൊക്കെ മാറാൻ, നമുക്കിപ്പോൾ ചിലവുപരമായിട്ടും എല്ലാം സൗകര്യം ഹോസ്റ്റലിൽ മാറുന്നതാണ്. ഇവിടെ നമ്മൾ പൈസ കൊടുക്കണം, അവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കണം, ഇവിടുത്തെ കറണ്ട് ബില്ല് കൊടുക്കണം, അവിടുത്തെ വെള്ളത്തിൻ്റെ പൈസ, ആ വെള്ളമൊക്കെ പൈസ ചിലവുകളുണ്ട്. അപ്പോൾ എന്ത് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കാം. കാരണം നമ്മുടെ ക്ലാസ്മേറ്റ്സിൽ രാജുവേട്ടനും ഇന്ദ്രൻ ചേട്ടനൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ റൂമിലുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാൻ നല്ല പരിപാടി ഹോസ്റ്റലിൽ നിൽക്കണം. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു വേണ്ട മോനെ, നമ്മൾ ചെറിയ കുട്ടികളാണ്, നീ ചെറുതാണ്. കാരണം മോൻ ഇപ്പോഴും പഠിക്കാണ്ട്, ലോകം കണ്ടിട്ടില്ല. നമ്മുടെ എല്ലാവരും അച്ഛനമ്മമാരുടെ പ്രധാന സംഭവം ലോകം കാണണം. നിങ്ങൾ നമ്മുടെ ഒപ്പം എന്താണ് ലോകം കാണേണ്ടതെന്ന് പറഞ്ഞിട്ട് ഈ കണ്ട ആൾക്കാർ മുഴുവൻ കൂടിയിട്ട് ഞാനിപ്പോൾ ഈ എറണാകുളത്ത് താമസിക്കുക. ഈ കൂട്ടിലടിച്ച കിളി പോലെയാണ് ഇപ്പോൾ ഞാനിവിടെ താമസിക്കുക. ആകെ ഈ ഷൂട്ടിനല്ലാണ്ട് എൻ്റെ വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ എൻ്റെ വീട്ടുകാർ സമ്മതിക്കില്ല. ബേസിക്കലി പറയുകയാണെന്ന് വെച്ചാൽ ഞങ്ങളൊരു ആൺകുട്ടികൾക്ക് ഫ്രീഡം കൊടുക്കുന്ന ഒരു ലിബറൽ ഫാമിലിയിൽ നിന്നാണ് ഞാൻ വരുന്നത്. നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പഠിക്കുമ്പോൾ തന്നെ മിക്സഡിൽ പഠിക്കണം എന്നാണ് ആഗ്രഹം. അപ്പോൾ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ബോയ്സ് ഓൺലി. അപ്പോൾ അവിടേക്ക് എന്തായാലും വീട്ടിലുള്ളൂ എന്നറിയാം. 10 പേര് എന്തായാലും അവിടെ. അപ്പോൾ 10ാം ക്ലാസ് വരെ ബോയ്സ് ഓൺലി. അപ്പം നേരെ മുമ്പിൽ ഗേൾസ് ഓൺലിയാണ്. അപ്പോൾ വിചാരിക്കും വിട്ടാൽ കണ്ടാൽ പോരെ, ഗേൾസ് ഇടുമ്പോൾ കണ്ടാൽ പോരെ. ഞങ്ങളെ 3:45 വിടും, അവരെ 3-4 മണിക്കും വിടും. ഒരിക്കലും കാണരുത്, നമ്മളൊരിക്കലും കാണരുതെന്നാണ് ചിന്ത. അപ്പോൾ ഈ 10ഒക്കെ കഴിഞ്ഞ് അത്യാവശ്യം കുഴപ്പമില്ല മാർക്ക്. അപ്പോൾ അമ്മോട് പറഞ്ഞു അമ്മ അടുത്തൊരു സ്കൂളുണ്ട്, മിക്സഡാണ്, അപ്പോൾ അങ്ങോട്ട് മാറി ചേരാം. കാരണം ഈ ബോയ്സ് ഓൺലി പഠിച്ച് മടുത്ത് നമുക്ക് അങ്ങോട്ട് മാറി ചേരാം. വേണ്ട മോനെ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് ഫ്രീഡം കൊടുക്കുന്ന ഒരു ഫാമിലി, ലോകം കാണണം. ലോകം കാണണം. അതുകൊണ്ട് തന്നെ ഈ ആൺകുട്ടികളുടെ ഒപ്പം എന്നുള്ള കണ്ട ലോകമൊക്കെ മതി മോൻ, ഇത് മതി, ഇങ്ങനെ പോയാൽ മതി. അപ്പോൾ എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് ഇൻ്റർനെറ്റും പരസ്യങ്ങളുമാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും, എല്ലാവരും ഒരു ചിന്ത ഉണ്ടാവും ഈ 2 ടോപ്പിക്കും തമ്മിൽ എന്താണ് ബന്ധം. എൻ്റെ പൊന്നിടാവേ, ഈ 2 ടോപ്പിക്കും തമ്മിലുള്ള ബന്ധം എനിക്ക് തന്നെ ഇതായിട്ട് മനസ്സിലായില്ല. പിന്നെ നിങ്ങൾക്ക് വല്ല ബന്ധം എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയണം എന്തെങ്കിലും ബന്ധം. സോ ഞാൻ പറയുന്ന ആദ്യത്തെ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചിട്ടാണ്. കലിപ്പൻ്റെ കാന്താരി, എന്നെ അവൻ വിളിക്കുന്നു കുട്ടൂസൻ, ഞാൻ അവൾ വിളിക്കുന്നു ഡാഗിനി. ഈ ആയിട്ടുള്ള കുറേ ID പേരുകളുണ്ടാവും. അതായത് കുട്ടൂസ, ഡാഗിനി, എൻ്റെ അച്ഛൻ്റെ പ്രിൻസസ്, അച്ഛൻ്റെ മോളൂട്ടി, അമ്മയുടെ പക്കര, അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത എൻ്റെ വീടിൻ്റെ അടുത്തൊരു ചേച്ചിയാണ് ഇട്ടേക്കാണ്, ഈ ലോകത്ത് എൻ്റെ അച്ഛനെ പോലെ വേറൊരു പോരാളി ഇല്ല, അച്ഛനാണ് എൻ്റെ മുത്തുമണി, അച്ഛനാണ് എൻ്റെ സ്വത്തുമണി, അച്ഛൻ്റെ പാറക്കുട്ടിന്ന്. അപ്പോൾ ഇന്നലെ ഷൂട്ടിന് വരാൻ നിൽക്കുമ്പോൾ അമ്മ വിളിച്ചു പറയാം, എടാ മോനെ ആ പാറക്കുട്ടി വേറൊരു പാറക്കുട്ടിൻ്റെ പൊളിച്ചോടി പോയി. എനിക്ക് മനസ്സിലായി കാണല്ലോ, കാരണം ആ സ്നേഹത്തിൻ്റെ ഒരു അതിരില്ലാത്ത സ്നേഹമാണ്. കാരണം അച്ഛനോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. പക്ഷേ ഒരു കലിപ്പം വന്നപ്പോൾ കാന്താരിക്ക് പിടിച്ചെടുക്കാൻ പറ്റിയില്ല, അവരൊപ്പം അങ്ങ് ഒളിച്ചെടുക്കും. സോ ഈ പരസ്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഭയങ്കരമായിട്ട് സ്വാധീനിക്കുന്നുണ്ട്. പിഷാരി ചേട്ടൻ തന്നെ കുറേ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇഷ്ടം പോലെ പരസ്യങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അഭിനയിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ പരസ്യത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അതിലിപ്പോൾ എക്സാമ്പിൾ എടുത്ത് പറയാൻ വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഇരിക്കുക, അപ്പോൾ നമ്മൾ വൈകുന്നേരം നേരമൊക്കെ അപ്പോൾ ഈ സന്ധ്യാദീപമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ രാമ 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 പറഞ്ഞിരിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അടുത്ത പരസ്യം, അടുത്തുവാ അടുത്തുവാ അടുത്തു വന്നാട്ടെ. നമ്മളിവിടെ വീട്ടുകാരുടെ ചുറ്റിനോട് ഇരിക്കേണ്ടതാ, എൻ്റെ പൊന്നു മോനെ അടുത്ത് വരല്ലേ, ഉമ്മ വയ്ക്കല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തന്നെ ഇരിക്കും, കരീന കപൂർ സോപ്പ് വയ്ക്കും. നമ്മളുള്ള ഈ സോപ്പ് വയ്ക്കണ പരസ്യം ഉണ്ടാവില്ല. ആകെ ഉണ്ടാവുക, എനിക്ക് മുട്ടുവേദനയാണ് ചേട്ടാ, എനിക്ക് മുട്ടിൽ കുഴമ്പ് വെട്ടിത്തരുമോ. ഈ പരസ്യം ഇല്ലാണ്ട് നമ്മൾ തന്നെ ഇരിക്കുന്ന നേരത്ത് ഒരു പരസ്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ പരസ്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ സിനിമകളെ കാണുമ്പോൾ നമ്മൾ പണ്ടൊക്കെ പിടിച്ചിട്ടുണ്ടാവും. നമ്മളെ വീട്ടിൽ വിഷ്ണുചേട്ടനെ പിടിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പണ്ടൊക്കെ നമ്മൾ ഈ ഫാഷൻ ഷോ ഒക്കെ നമ്മളിങ്ങനെ ഒളിച്ചിരുന്ന് കാണില്ല, ഈ ഇംഗ്ലീഷ് പടമൊക്കെ നമ്മൾ കണ്ടിട്ട് നമ്മളൊക്കെ പിടിച്ചിട്ടുണ്ടോ? വിഷ്ണുചേട്ടനെയും പിടിച്ചിട്ടില്ലേ? അതന്നെ നിനക്ക് സമ്മതിക്കാണ്ടൊരു താമസം. ഞാനത് നിഷേധിക്കണമെന്ന് ആലോചിക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇങ്ങനെ അമ്മ പറഞ്ഞു, മോനെ IITS ഒക്കെ എഴുതാൻ പോകില്ല, കാനഡയ്ക്കൊക്കെ പോവല്ലേ, നീ ഇന്ന് സിനിമയൊക്കെ കണ്ടുപോകുന്നു. അപ്പോൾ ഏറ്റവും എളുപ്പമുള്ള പടം മലയാളം മീഡിയത്തിലാണ് പഠിച്ചേക്കണം, ആകെ പഠിക്കുക വാട്ട് ഈസ് ദാറ്റ്, അത് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അപ്പോൾ ഇരുന്ന് പഠിക്കുമ്പോൾ പറഞ്ഞു ടൈറ്റാനിക് കണ്ടു. ടൈറ്റാനിക് കണ്ട് 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 മുന്നോട്ട് പോവുക. ജാക്ക് റോസും കണ്ടു. ജാക്ക് റോസും കൈ ഇങ്ങനെ പിടിച്ചിരിക്കണു, അതും രസമായിട്ട് പോകണു. അത് വീട്ടുകാരുണ്ടല്ലോ, വീട്ടുകാരിൽ അങ്ങനെ അടുക്കളയിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ സംഭവം വിഷാരൻ്റെ സിനിമയിൽ അമർ അക്ബറിൽ കണ്ട സെയിം ഐറ്റം നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ നടക്കണ്ട. അത് കഴിഞ്ഞാൽ അമ്മ മിക്സ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ പ്രധാന വാർത്തകൾ വായിക്കുന്നത് രമേശ് പിഷാരടി ഐറ്റത്തേക്ക് പോകും. എല്ലാവർക്കും പാറ പിഷാരടി
ഞാൻ നീ പറയുന്നത് എന്തിനെ കുറിച്ചാണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു ചാനലുണ്ടോ ശരിക്കും? ഫാഷൻ ടി വി എന്ന് പറഞ്ഞ ചാനലുണ്ടോ? ഓ നമ്മളിവിടെ പറയുമ്പോൾ നമ്മൾ ചേട്ടാ അല്ലേ പുള്ളി ഷോക്കിലാണ്. അന്ന് പിടിച്ച് നാറി നനഞ്ഞതാ വീട്ടിലേക്ക്. അത് ഓർമ്മ വന്നിട്ട് പുള്ളി സ്റ്റക്കായിട്ടിരിക്കുക. എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ഇവൻ ഇത് കാണുമ്പോൾ എന്താ ഇവൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇത് കാണണമല്ലോ. അപ്പോൾ ഇവൻ്റെ ചെറിയൊരു പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി ഇവൻ്റെ അച്ഛൻ എണീറ്റ് വന്നു കഴിഞ്ഞാൽ ഇവനിത് കണ്ടുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇവനെ വഴക്ക് പറയും. അതുകൊണ്ട് ഇവനൊരു പ്ലാസ്റ്റിക് കസേര എടുത്തിട്ട് അച്ഛൻ്റെ മുറിയുടെ വാതിക്ക് ഇടും. അപ്പോൾ അച്ഛൻ എണീറ്റ് വരുമ്പോൾ ഈ കസേര തട്ടി കടവിടർന്നുള്ള ഒച്ച വെക്കുമ്പോൾ ഇവൻ ചാനൽ മാറ്റും. സ്ഥിരമായിട്ട് ഇതാണ് ഇവൻ്റെ പരിപാടി. ഒച്ച വെക്കാതാണല്ലോ ഇത് കാണുന്നത്. ഒരു ദിവസം ഇതുപോലെ ഇവൻ രാത്രി എന്തോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ സിഗ്നൽ കിട്ടി, കസേര അനങ്ങുന്ന ഒച്ച കടർന്ന് ഒച്ച കേട്ടു. ഇവൻ ചാനൽ മാറ്റി ഇവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ വന്നിങ്ങനെ ടി വിയിലേക്ക് നോക്കി, മകൻ വാർത്ത കാണുകയാണ്, കൊള്ളാം. മകനെ നോക്കി അച്ഛൻ പോയി കിടന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അച്ഛനകത്ത് വിളിച്ചു, നവീനെ കിടക്കടാ പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ കിടക്ക അച്ഛാ കിടക്ക്, പാതിരാത്രി 2 മണിക്ക് ഒച്ച വെക്കാതെ വാർത്ത കേൾക്കേണ്ട കാര്യമൊന്നുമില്ല, കിടക്കാൻ. ഫൺസ് അപ്പോൺ ടൈമിലൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പറയും, ഓ പിഷാരി ചേട്ടൻ്റെ പിഷാരിയുടെ ഒപ്പൊക്കെയാ ഷോ ചെയ്യണ ചെക്കൻ ഭയങ്കര ലെവലായി. പഠിച്ചാൽ ഇത്തിരി കൂടി നന്നായിരുന്നേനെ. പഠിച്ചു പോവാതെ വെറുതെ ഈ ഷോ ഒക്കെ കാട്ടി നടന്നിട്ട് എങ്ങോട്ട് പോവാന്നൊരു ചിന്ത എല്ലാവരും മനസ്സിലാക്കും. അത് ചില ആൾക്കാരുണ്ട്. നമ്മുടെ അടുത്ത് ചെറുതായിട്ട് സംവിധാനത്തിലേക്ക് വരാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പയ്യനുണ്ടായിരുന്നു. അപ്പോൾ അവനും ഞാനും കൂടെ ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ട് തിരിച്ചു വരും. ഇപ്പോൾ ടൈറ്റാനിക്കിനെ പറ്റി പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ വെറുതെ അവനോട് ചോദിച്ച് പടം എങ്ങനെ ഉണ്ടാ ചോദിച്ചപ്പോൾ പുള്ളി ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നാക്കായിരുന്നു എന്ന്. നമ്മളിപ്പോൾ ഈ ചിപ്സിൻ്റെ പാക്കറ്റൊക്കെ വാങ്ങുമ്പോൾ 25% കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മൾ 25% കൂടുതലും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിറച്ച എയറായിരിക്കും. കാരണം എന്നാലും 25% കൂടുതൽ ഇട്ട് വെച്ചിട്ട് അമ്മാരെയാണ് നമ്മുടെ മലയാളം എന്ത് പരസ്യം കണ്ടാലും പറയും. അല്ല, ഫ്രീ കിട്ടുക എന്ന് പറയുന്നത് പണ്ടും വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ വീടിനടുത്തൊരുത്തം വെളിച്ചെണ്ണ മേടിച്ചിട്ട് അതിൽ കൊളസ്ട്രോൾ ഫ്രീ എന്ന് എഴുതിയത് കണ്ടിട്ട് കൊളസ്ട്രോൾ വേണമെന്ന് പറഞ്ഞ് കടക്കാരനുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കി. ഇതിൻ്റെ കൂടെ ഫ്രീ ഉള്ള സാധനം കിട്ടാണ്ട് പുള്ളി പോകത്തില്ല എന്ന് പറഞ്ഞു. ഇൻസ്റ്റഗ്രാമിൽ തന്നെ മെയിൻ ഒരു പ്രത്യേകത ഉള്ളത് ഈ ഫ്യൂച്ചറിനെ കണ്ട് പേരുകൾ ഇടുന്നവരുണ്ട്. അതായത് ചിലരിടും പ്രൊഫസർ രാമൻകുട്ടി, CA അഹമ്മദ് കുട്ടി. പിന്നെ ഒരു മെയിൻ ആയിട്ടുള്ള ടീംസ് ഉണ്ട്, ഭയങ്കര അവരുടെ ഒരു അംബീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് ജീവിക്കണം. അതായത് അവരുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ അതായത് ഫ്യൂച്ചർ എഞ്ചിനീയർ, അതായത് നാളെ അവർ എഞ്ചിനീയർ ആവും. ഇപ്പോൾ 10ാം ക്ലാസ്സിലും പഠിക്കണ്ടാവുക, പക്ഷേ ഇൻസ്റ്റ ഐഡിയിലും നാളെ ഫ്യൂച്ചറിൽ എഞ്ചിനീയർ ആവും. ഫ്യൂച്ചറുണ്ട്. അതുപോലെ പെൺപിള്ളേരുടെ പ്രായം അറിയാനുള്ള എളുപ്പവഴിയുണ്ട്. ഇമെയിൽ അഡ്രസ്സ് ചോദിച്ചാൽ മതി. smita89@gmail.com എന്ന് പറഞ്ഞാൽ 89 ജനിച്ച കൊച്ചാണ്. ഒരു ദിവസം ആവശ്യമില്ലാത്ത മെസ്സേജുകൾ വരിക, വെറുതെ ആ ഡയറക്ടർ വേണോ ഈ ഡയറക്ടർ വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ ഫോൺ കമ്പനിയിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, അതായത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചോളാം, ഇങ്ങോട്ട് എൻ്റെ ദൈവത്തെ ഓർത്ത് ഒരു മെസ്സേജ് വായിക്കേണ്ട. അപ്പോൾ ഓക്കെ സാർ. ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് പറഞ്ഞത്, എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഓഫറുകളും ഒരു കാര്യവും എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കേണ്ട, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ഞാൻ അപ്പോൾ അയാൾ പറഞ്ഞു ഓക്കെ സാർ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് വെച്ച് 1 മിനിറ്റായപ്പോൾ ഒരു മെസ്സേജ്, അവനോട് സംസാരിച്ചിട്ട് സന്തോഷം ഉണ്ടെങ്കിൽ വൈകുന്നു, ഇഷ്ടപ്പെട്ടില്ലേ എന്നും ടൈപ്പ് ചെയ്ത് അങ്ങോട്ട് അയച്ചു കൊടുക്കാനായിട്ട്. സംഗീതം ഓക്കെ ശരി. പിഷാരി ചേട്ടാ, അതെ ഒരു ടവലിന്റെ പരസ്യത്തിന് വിളിച്ചേക്കുക. കാരണം ഇപ്പോൾ ഫൺസ് അപ്പോണിൽ ഞാൻ ഈ 2-3 ദിവസമായിട്ട് ഇവിടെ നിന്ന് കറങ്ങി കിടക്കണം. കാരണം അവർ പറഞ്ഞു ഈ മുഖത്ത് തുടച്ച് കഴിഞ്ഞാൽ ഈ കുരുക്കൾ ഒരു തുടയിൽ തന്നെ ഈ കുരുക്കൾ പൂത്രേ ഈ മുഖത്ത് തുടക്കണത്. അപ്പോൾ എനിക്കിതിരി കുരുക്കളുള്ള കാരണം അവർ ടവലിന്റെ പരസ്യത്തിന് വിളിച്ചു. അപ്പോൾ ശരി കേട്ടോ, പിന്നെ കാണാം. ബൈ.